പി സി ജോർജിൻ്റെ പുതിയ പോസ്റ്റ് വന്നു. അതിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞത്രേ ലീഗുമായി SDPIയും ജമാഅത്ത് ഇസ്ലാമിയും തുറന്ന സഖ്യത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്രേ. ഞാനും പറഞ്ഞത് അതുപോലെയാണ്. അതുകൊണ്ട് പിണറായിക്കെതിരെ FIR ഇടുന്നത് പോലെയാണ് എനിക്കെതിരെ FIR ഇടുന്നതെന്ന്. ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയോ അല്ലെങ്കിൽ വല്ല നെല്ലിക്കാത്തളം വെച്ച് എവിടെയെങ്കിലും കിടത്തുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പണ്ടൊക്കെ കുറ്റിക്കകത്ത് ചെങ്ങലയിട്ട് പൂട്ടിയിടുന്നത് പോലെ ഈ PC ജോർജ് എന്ന പൊളിറ്റിക്കൽ ക്ലോസറ്റിനെ പൂട്ടിയിടേണ്ടത് ആവശ്യമാണ്. പൂട്ടുമ്പോൾ കാലും കൈയും മാത്രം ബന്ധിച്ചാൽ പോരാ. ആദ്യം ബന്ധിക്കേണ്ടത് ആ പൊളിറ്റിക്കൽ ക്ലോസറ്റിൻ്റെ നാവാണ്. അതൊരു ചെങ്ങലയിട്ട് പൂട്ടണം തോന്നിയാസങ്ങൾ പറയുന്നതിന്. ഇപ്പോൾ പുള്ളി 2 ക്ഷമാപണം കഴിഞ്ഞ് മൂന്നാമത്തെ പുള്ളിയുടെ സ്റ്റാൻഡെന്ന് പറയുന്നതാണ് ഈ കേട്ടത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത്രേ ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ലീഗിൻ്റെ കൂടാണെന്ന്. അതിൻ്റെ പൊരുളൊക്കെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. എല്ലാവരും ചിരിക്കുകയാണ്. അതിൻ്റെ ചരിത്രവും ഭൂതകാലവും ഒക്കെ ഓർത്ത് എല്ലാവരും ചിരിക്കുക. ഞഞ്ഞനെയാണ് ഞാനും പഞ്ഞഞ്ഞെന്ന് ആരെടുത്ത് പണയുക? കേരളത്തിലെ ജനങ്ങളോടോ? കേരളത്തിലെ മനുഷ്യരോടോ? പൊളിറ്റിക്കൽ ക്ലോസറ്റ് ജോർജ് പറഞ്ഞത് ഈ പറയുന്ന ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദിയാണെന്നും പാകിസ്ഥാനിൽ പോകണമെന്നുമാണ് പറഞ്ഞത്. പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചന് ശ്രീധരൻ കിട്ടിയാണല്ലോ പാകിസ്ഥാൻ. അതുകൊണ്ട് പുള്ളിയുടെ മോന് ഇവിടെ ഉള്ളവരെയെല്ലാം ടിക്കറ്റ് കൊടുത്ത് അങ്ങോട്ട് വിടാനുള്ള അവകാശമുണ്ടല്ലോ. ഏതായാലും അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. രണ്ടാമത്തെ ഒരു തമാശ എന്ന് പറയുന്നത്, ഞാൻ ഈ ചാനലൊക്കെ കണ്ടപ്പോൾ പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയെന്ന്. ഇവിടെ രാജ്യത്ത് കൊള്ളരുതായ്മയും രാജ്യദ്രോഹവും ദേശദ്രോഹവും പറയുന്നവനെ അറസ്റ്റ് ചെയ്തതിന് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ അനുമതി തേടുന്നത്? ലോകത്തേതെങ്കിലും കള്ളനെയോ കൊള്ളക്കാരനെയോ പിടിക്കുന്നതെല്ലാം മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടാണോ? എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തെ നിയമത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ വേറൊന്നിനുമല്ല. മുസ്ലിങ്ങൾക്ക് അവൻ്റെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ക്ലോസറ്റിൻ്റെ വിസർജ്യത്തെ സംബന്ധിച്ച് ഒരു ഭയവുമില്ല. ഈ പറയുന്ന ജോർജ് എന്താണെന്ന് പൂഞ്ഞാറുകാർക്കും ഈരാറ്റുപേട്ടക്കാർക്കും ഒക്കെ നന്നായിട്ടറിയാം. എന്തോ കയ്യിലുണ്ടെന്നും അറിയാം. അത് വെറുതെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ കുറച്ച് ആരുടെയൊക്കെയോ മുതലും വകയും തിന്ന് ചീർത്തിരിക്കുന്നതല്ലാതെ വേറൊരു കാമ്പും കഴമ്പും ഉള്ളതല്ല. പക്ഷേ രാജ്യത്ത് ഭരണഘടനയെന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, നിയമം എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. അത് സംരക്ഷിക്കപ്പെടുന്നതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, പേട്ടക്കാർക്കും പൂഞ്ഞാറുകാർക്കും ഒക്കെ ഒരു അഭിനന്ദനമുണ്ട്. എന്തെന്നറിയുമോ? സാധാരണ ഇത്തരം പ്രസ്താവന നടത്തിയാൽ ഉടൻ തന്നെ ഇവൻ്റെ വീട്ടിലേക്ക് മാർച്ച്, കല്ലേറ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനും അതുപോലെ തന്നെ മറ്റു പല ശ്രമങ്ങളും നടത്തിയേനെ. നിങ്ങൾ വളരെ ക്ഷമയോടെ അത് അതിജീവിച്ചു. നിങ്ങൾ നിയമപരമായ പരാതിക്ക് പോയി. പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേജിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാരണം ഈരാറ്റുപേട്ടയിലെയും പൂഞ്ഞാറിലെയും മനുഷ്യർ കാണിച്ച ആ ഒരു വകതിരിവ്, ആ ഒരു ക്ഷമ, നിയമവിധേയമായി പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേകത, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്.